അടുത്ത കാലത്തായി ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ളത്. അത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഗവേണൻസിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പം വളരെ അടിയന്തരമായിട്ടുള്ളൊരു ആവശ്യമാണ്. കാരണം 47 ലക്ഷം മനുഷ്യരെയാണ് അവിടുത്തെ ഒരു ജില്ലാ ഭരണകൂടം കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിൽ മറ്റൊരു സ്ഥലത്തും അങ്ങനെയില്ല. അപ്പോൾ ഗവേണൻസിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകളെ വിഭജിക്കുക എന്നുള്ളത് സർവ്വസാധാരണമായുള്ള കാര്യമാണ്. നമുക്ക് 1969 മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യയിൽ 500 പുതിയ ജില്ലകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ 69 ശേഷം നമുക്ക് 1984 ഒടുവിൽ കാസർഗോഡ് ജില്ല രൂപീകരിച്ച ശേഷം പുതിയൊരു ജില്ല രൂപീകരിച്ചിട്ടില്ല. അപ്പോൾ ജില്ലകൾ രൂപീകരിക്കുക എന്നുള്ളത് അതൊരു സാധാരണ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സാണ്. പക്ഷേ മലപ്പുറത്ത് ഇതൊന്ന് മുറിച്ചിട്ട് 2 ജില്ലയാക്കണം എന്ന് പറയുമ്പോൾ അതെന്തോ ഗുരുതരമായ രാഷ്ട്രീയ പ്രശ്നമായിട്ട്, അത് വിഘടനവാദമാണ് എന്ന് പ്രസംഗിച്ചിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ. ഒരു ജില്ല രൂപീകരിക്കുന്നത് എന്തോ ഒരു സുരക്ഷാ പ്രശ്നമായിട്ട്, ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് കൊണ്ടുവരാം. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഞാൻ പറയുന്നത് മലപ്പുറം ജില്ല വിഭജിക്കുക എന്നുള്ളതല്ല, കേരളത്തിലെ ഈ മൊത്തത്തിൽ റവന്യൂ പുനഃസംഘാടനം നടത്തുന്ന അഭിപ്രായക്കാരാണ്. താലൂക്കുകളുടെ കാര്യത്തിൽ, ജില്ലകളുടെ കാര്യത്തിൽ സമ്പൂർണ്ണമായി ഓഡിറ്റിംഗ് നടത്തി പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുക. ആ നിലക്കുള്ള ഒരു റവന്യൂ റീഓർഗനൈസേഷൻ നടത്തണം. ഇപ്പം ഇടുക്കി ജില്ല, അത് ആളുകൾ കുറവാണെങ്കിൽ സൈസ് വളരെ വലുതാണ്. പാലക്കാട് ജില്ല ആൾ കൂടുതലാണ്, സൈസും വളരെ വലുതാണ്. എറണാകുളം ജില്ല, മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് ജില്ല വേണമെന്നുള്ള ദീർഘകാലത്ത് ആവശ്യമുണ്ട്. അത് വളരെ ജെന്യൂനായുള്ള ആവശ്യമാണ്. പക്ഷേ മലപ്പുറത്ത് മാത്രം അങ്ങനെ ഒരു ആവശ്യം പോലും ഉന്നയിക്കാൻ പറ്റില്ല. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശ് തന്നെ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ പോയി അവിടെ കേന്ദ്രീകരിച്ചൊരു സംസ്ഥാനം വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നാമതേ അങ്ങനെ ആരും പറയുന്നില്ല. രണ്ടാമതിന് അങ്ങനെ പറഞ്ഞെന്ന് തന്നെ വിചാരിക്കുക. ഇന്ത്യയിൽ ഇപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ ചുരുങ്ങിയത് 12 സംസ്ഥാനങ്ങളും പുതുതായിട്ട് വേണമെന്നുള്ള പൊളിറ്റിക്കൽ ഡിമാൻഡുണ്ട്. അതിനുവേണ്ടിയുള്ള സമരങ്ങളും ആശയരൂപീകരണങ്ങളുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ വിദർഭ സ്റ്റേറ്റ്, ഉത്തർപ്രദേശിൽ ബുന്ദേൽഖണ്ഡ്, പൂർവാഞ്ചൽ, തമിഴ്നാട്ടിൽ കൊങ്കുനാട്, കർണാടകയിൽ കൊടക്, അതേമാതിരി തുളുനാട്, ഇങ്ങനെ സ്റ്റേറ്റ്ഹുഡിന് വേണ്ടിയുള്ള ഡിമാൻഡ്. ഗൂർഖാലാൻഡ് സ്റ്റേറ്റ്ഹുഡിന് വേണ്ടിയുള്ള ലഡാക്കിൽ നടക്കുന്നു. ലഡാക്ക് UT മാറി സംസ്ഥാനമാകണം. ഇങ്ങനെ സംസ്ഥാന പദവിക്ക് വേണ്ടിയുള്ള സമരങ്ങളും ആശയരൂപീകരണങ്ങളും ഇന്ത്യയിൽ എല്ലാ കാലത്തും എല്ലാ സ്ഥലങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാകുമോ എന്ന് സംശയിച്ച് അതും അതൊരു പ്രശ്നമാക്കുക എന്ന് പറഞ്ഞാൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യവും അതൊരു പ്രോബ്ലം സെൻട്രൽ, അതിൻ്റെ കോർ എന്താണെന്ന് വെച്ചാൽ അതൊരു കുഴപ്പം പിടിച്ചൊരു സംഗതിയാണ് എന്ന് വരുത്തുക. ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ 4 തസ്തികൾ അനുവദിക്കുന്നു. സംസ്ഥാനത്ത് എത്രയാണ് മൊത്തം? 202 തസ്തികൾ അനുവദിക്കുന്നു. ഈ ജില്ലയിൽ 4 അപ്പോൾ അതിനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അവിടെയുള്ള പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അവർ ഉത്തരവാദിത്വ ബോധമുള്ള രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ അവർ സമരമായിട്ട് ഇറങ്ങേണ്ടി വരും. അപ്പോൾ സർക്കാരിന് തിരുത്തേണ്ടി വരും. അപ്പോൾ എന്താണ്, അവന്മാർ എല്ലാം സമ്മർദ്ദം ചെലുത്തി മേടിക്കുകയാണ് എന്നൊരു പ്രചാരണം സൃഷ്ടിക്കുക. ഇങ്ങനെ പ്രത്യക്ഷത്തിൽ തന്നെ അങ്ങേയറ്റം വിവേചനപരമായ സമീപനം മലപ്പുറം അതിന് ഭരണപരമായും ആശയപരമായും ഈ പ്രദേശത്തോട് കാണിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് സാധാരണമായി കൊണ്ടിരിക്കുകയാണ്. അത് ഉന്നയിക്കുന്നവർ വിഘടനവാദികൾ, ഉന്നയിക്കുന്നവർ പ്രാദേശികവാദികളും തീവ്രവാദികളും മതമൗലികവാദികളും ഒക്കെ ആകുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. മലപ്പുറത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്യാൻ കഴിഞ്ഞ കോവിഡ് കാലത്ത് മലപ്പുറത്തിൻ്റെ വികസന മോഡൽ എന്ന് പറയുന്നത് നാട്ടുകാർ പിരിവെടുത്തിട്ട് സർക്കാരിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ കോവിഡ് കാലത്താണ് ഇതേ ആരോഗ്യ മേഖലയിൽ കോവിഡ് ആശുപത്രിയിൽ വേണ്ടത്ര ഉപകരണങ്ങളില്ലാന്ന് കണ്ടപ്പോൾ 200 ചില്ലാൻ കോടി രൂപയുടെ ഉപകരണങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവിടുത്തെ ജില്ലാ കളക്ടർ അയച്ചു കൊടുത്ത് എങ്ങോട്ടാണെന്ന് അറിയാമത്? തിരുവനന്തപുരത്തേക്കല്ല അയച്ചത്, പാണക്കാട്ടേക്കാണ് അയച്ചത്. എന്താണ്, പിരിവ് നടത്തിയത് മേടിക്കണം. ഇതാണ് മലപ്പുറത്തെ വികസന മോഡൽ എന്ന് പറയുന്നത്. 2-3 മാസം മുമ്പാണ് മാറഞ്ചേരിയിലെ സ്കൂളിൽ കെട്ടിടം പണിയാൻ വേണ്ടി പിള്ളേർ കൊണ്ട് പിരിവ് നടത്തിച്ചത്, സ്ഥലം മേടിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെയുള്ള വിചിത്രമായ വികസന മോഡൽ അത് മലപ്പുറത്ത് മാത്രമല്ല മലബാറിലെങ്ങും ഉള്ളതാണ്. പക്ഷെ ഗവൺമെൻറ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നേരെ തിരിച്ചാണ്. ജനങ്ങൾ പിരിവെടുത്ത് സ്ഥലം മേടിച്ച് ഗവൺമെൻറ് കോളേജിന് കെട്ടിടം ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പോൾ അവിടുത്തെ അധ്യാപക നിയമനവും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അത് തന്നെയാണ് ആരോഗ്യ മേഖലയിൽ സംഭവിക്കുന്നത്. അങ്ങേയറ്റം വിചിത്രമായ ഒരു കാര്യമാണ്, അപമാനകരമായിട്ടുള്ള വിവേചനമാണ്. പക്ഷേ അതിനെ ശരിയായ രൂപത്തിൽ അഡ്രസ്സ് ചെയ്യുന്നതിൽ അവിടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും പരാജയമാണെന്നാണ് ഞാൻ പറയുന്നത്.